കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പുതുതായിട്ട് കടന്നു വന്ന ചില സഹോദരന്മാരുണ്ട്, അവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. പരിചയമില്ലെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇതൊരു പുതിയ നിയമസഭയുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു ഫെലോഷിപ്പ്. സഭയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പല പരാമർശങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഗ്രീക്ക് പദം എക്ലീഷ്യ എന്നാണ്, കൂടിവരവ്, കൂട്ടായ്മ. സഭ എന്നതിന് ക്രിസ്തുവിൻ്റെ മന്ദിരം, മണവാട്ടി അല്ലെങ്കിൽ നിർമ്മല കന്യക, ക്രിസ്തുവിൻ്റെ ശരീരം എന്നീ പദപ്രയോഗങ്ങളിലൂടെ സഭയെ ഉപമിച്ച് കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. സ്തോത്രം. സഭ എന്നാൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുവാൻ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ് പുതിയ നിയമസഭ. പുതിയ നിയമസഭയുടെ ആവിർഭാവം പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിലാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവിർഭാവത്തോടെ അല്ലെങ്കിൽ വരവോടുകൂടി കർത്താവിൻ്റെ അപ്പോസ്തലനായ പത്രോസിൻ്റെ പ്രസംഗത്താൽ രക്ഷിക്കപ്പെട്ട 3000 പേരാകുന്ന ആദ്യത്തെ ഗ്രൂപ്പാണ് പുതിയ നിയമസഭയുടെ ആദ്യത്തെ സംഘം. ഒരു ആവറേജ് അറിവിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അന്ന് മുതൽ പുതിയ നിയമസഭ തുടങ്ങി അതിൻ്റെ പിന്തുടർച്ചക്കാരായിട്ടാണ് പുതിയ നിയമസഭ ഭൂമിയിലായിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ പുതിയ നിയമസഭയുടെ വ്യവസ്ഥകളും ഉപദേശങ്ങളും എല്ലാം വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി ലിഖിതമായി എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ച് പഠിച്ച് ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്താണ് സഭ, സഭയുടെ നടപടിക്രമം എന്താണ്, സഭയുടെ ഉപദേശം എന്താണ്, സഭ എങ്ങനെ ആയിരിക്കണം, സഭ ഏതവസ്ഥയിൽ മുമ്പോട്ട് പോകണമെന്നൊക്കെ വളരെ വ്യക്തമായി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ആ അനുഭവങ്ങളൊക്കെ കാറ്റിൽ പറത്തി മുമ്പോട്ട് പോകുന്ന ഒരു വലിയ സമൂഹമായി ഇന്ന് ക്രൈസ്തവ സഭ അധപ്പതിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വേദപുസ്തകം വിഭാവന ചെയ്യുന്ന പുതിയ നിയമസഭയുടെ ആ അവസ്ഥയിലേക്ക് വരുവാൻ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുകയും ആ ദൈവസന്നിധിയിൽ കണ്ണീരിലൊഴുക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇന്ന് കാണുന്ന ഈ സഭകളൊക്കെ പുതിയ നിയമസഭയാണെന്ന് പറഞ്ഞാലും അതിൽ വചനാധിഷ്ഠിതമായി തീരുന്നില്ലെങ്കിൽ അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല, അങ്ങനെ കണക്കാക്കാൻ നമുക്ക് പറ്റത്തില്ല. പുതിയ നിയമസഭയ്ക്ക് ലിഖിതമായൊരു പ്രമാണമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. ഈ ലോക ഗവൺമെന്റിന് ഓരോ വ്യവസ്ഥയുണ്ട്, ഓരോ രാജ്യത്തിനും ഓരോ വ്യവസ്ഥയുണ്ട്. നമ്മുടെ അംബേദ്കർ എഴുതിയ ആ വ്യവസ്ഥയിലാണ് നമ്മുടെ ഇന്ത്യ രാജ്യം പോകുന്നത്. അതുപോലെ ഓരോ രാജ്യങ്ങളും 260 രാജ്യങ്ങൾ, 260-ൽ പരം രാജ്യങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ 260 രാജ്യങ്ങളിലും ഓരോ നിയമസംഹിതകളുണ്ട്, ഓരോ നിയമങ്ങളുണ്ട്, അവർക്ക് കോടതികളുണ്ട്, നിയമങ്ങളുണ്ട്. ആരെങ്കിലും ഒരാളൊരു തെറ്റ് ചെയ്താൽ, ഇപ്പം നമ്മുടെ ഇന്ത്യൻ പൗരനൊരു തെറ്റ് ചെയ്താൽ ഇത്ര വകുപ്പെന്നൊക്കെ പറഞ്ഞ് അവരെ ശിക്ഷ വിധിച്ച് തുറങ്കലിലടയ്ക്കുകയോ ജയിലിലടയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതികളുണ്ട്. അത് ഈ ലോകത്തിൻ്റെ നിയമവ്യവസ്ഥിതിയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു സ്വർഗീയ കോടതിയുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരം നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചെടുക്കാൻ കഴിയും. എല്ലാം പറയാൻ സമയമില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കും നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങൾക്കും ഈ സ്വർഗീയ കോടതിയുടെ മുൻപിൽ നമ്മൾ ആരായി മാറും? കുറ്റവാളികളായി മാറും. അതുകൊണ്ടാണ് ദൈവദാസന്മാരായ ഞങ്ങൾ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്താലും അത് വചനവ്യവസ്ഥ പ്രകാരം ദൈവസഭയുടെ ഉപദേശപ്രകാരം ഒക്കെ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് വേദപുസ്തകം പറയുന്നു. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത്, ആധുനിക കാലത്ത് ഈ ക്യാമറകൾ എല്ലാ സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഒരു 5-10 വർഷമൊക്കെ ആയുള്ളൂ, അത്രയും ആയില്ലെന്ന് എൻ്റെ ഓർമ്മ. ഈ ക്യാമറകൾ സ്ഥാപിക്കാത്ത ഒരു കമ്പനികളും ഇല്ല. എല്ലാ കമ്പനികളിലും നിർബന്ധമായി സ്ഥാപിക്കണം എന്ന് പറയുന്ന നിയമം പോലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാ കമ്പനികളിലും, എല്ലാ പൊതുസ്ഥലങ്ങളിലും, എല്ലാ ബസ് സ്റ്റോപ്പുകളിലും, എല്ലാ കെട്ടിടങ്ങളിലും, എല്ലാ ഓഫീസുകളിലും, കോടതി വരാന്തകളിലും എല്ലായിടത്തും ക്യാമറയുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള സാക്ഷി പറയാൻ ആരും ഇല്ലെങ്കിൽ പോലും ഈ ക്യാമറ വെച്ചാണ് അവരെ പിടിച്ച് അവർ ചെയ്ത തെറ്റിനെ കോടതി അത് ശിക്ഷിക്കാനായിട്ട് എടുക്കുന്ന ഒരു ഉപാധി ക്യാമറ
ദൃശ്യങ്ങളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെയെങ്കിൽ ഞാൻ സാധാരണ പറയാനുള്ളത്, ഏദൻ തോട്ടത്തിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ഏതായിരുന്നു ആ ക്യാമറ? ആദാമും ഹവ്വയും അരുത് എന്ന് പറഞ്ഞ കാര്യം ലംഘിപ്പിച്ചപ്പോൾ ആ ക്യാമറയിൽ അത് പതിഞ്ഞു. ദൈവം അത് കണ്ടു. എന്ത് ചെയ്തു? ദൈവം അവരെ ഏദൻ തോട്ടത്തെ സംരക്ഷിക്കാനും അതിലെ സകലവിധ ഫ്രൂട്ട്സുകളൊക്കെ പഴങ്ങളൊക്കെ ഭക്ഷിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ അവിടെ കൊണ്ടുവന്നാക്കിയ ആ മനുഷ്യനെ കൽപ്പന ലംഘനം നടത്തിയപ്പോൾ ദൈവം അടിച്ചു പുറത്താക്കി. അപ്പൊ ദൈവം ഒരു കൽപ്പന തരുമ്പോൾ അത് ലംഘിച്ചാൽ ശിക്ഷയുണ്ടെന്ന് അവിടെ നിന്ന് തന്നെ നമ്മൾ പഠിച്ചെടുക്കണം. ആ ഏദൻ തോട്ടത്തിൽ തന്നെ ദൈവം പറഞ്ഞ വ്യവസ്ഥ ലംഘിക്കാത്തവരെ ശിക്ഷിച്ചുവെങ്കിൽ പിൽക്കാലങ്ങളിൽ മനുഷ്യൻ ചെയ്യുന്ന ഏത് തെറ്റുകൾക്കും ദൈവവചന വ്യവസ്ഥ പ്രകാരം എന്തുണ്ട്? ശിക്ഷയുണ്ട്. ഇത് മനസ്സിലാക്കാതെ പലരും മുമ്പോട്ട് പോകുന്നു എന്ന് ഓർക്കുമ്പോൾ അവരെ കുറിച്ച് വേദനയുണ്ട് ഹൃദയത്തിൽ. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഓർക്കേണ്ട കാര്യം, ഞാനൊരു തെറ്റ് ചെയ്താൽ എന്നെ ശിക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ശാസിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നൊരു ഉൾബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യാനായിട്ട് മടിക്കും. ഇനി അഥവാ ഒരു തെറ്റ് ചെയ്താൽ തന്നെ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, ദൈവവചനം ഇങ്ങനെ പറയുന്നു, ലംഘനം ക്ഷമിക്കുന്നവൻ, പാപം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. അപ്പോൾ പാപം ചെയ്താൽ ആ പാപത്തെ എന്ത് ചെയ്യണം? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിച്ച് പിന്നെ പാപം ചെയ്യാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ട ഉത്തരവാദിത്വം ദൈവമക്കൾക്കുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇന്നത്തെ ദൈവമക്കൾ അതൊക്കെ കാറ്റിൽ പറത്തിയാണ് മുമ്പോട്ട് പോകുന്നു എന്ന് പറയുന്നതിൽ വേദനയുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ മുഖോരോ പറഞ്ഞ് സമയം കളയുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാൻ താല്പര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രദ്വാരയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ കേട്ട ന്യൂസുകൾ വളരെ വേദനാജനകമായ അവസ്ഥയാണ്. MDM അല്ലേ, MDAM അല്ലേ, MDMA, സോറി, MDMA. എനിക്കത് എപ്പോഴും പറഞ്ഞത് തെറ്റിപ്പോയി. MDMA ഒഴുകിക്കൊണ്ടിരിക്കുക കേരളത്തിൽ. എല്ലാ മുക്കിലും മൂലയിലും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പദാർത്ഥത്തിന് അല്ലെങ്കിൽ ഈ ലഹരി മരുന്നിന് അടിമയാകാത്ത ചെറുപ്പക്കാര് വളരെ കുറവാണെന്ന് പറയുന്നതിൽ വളരെ വേദനയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറഞ്ഞു, എൻ്റെ മകനെ ഞാൻ പോലീസിൽ പിടിച്ചേൽപ്പിച്ചു. ഇത് മാതാപിതാക്കളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഇത് ലോകം മുഴുവൻ പോകുന്ന മെസ്സേജാണ്. ഇത് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സ്തോത്രം. എൻ്റെ മകനെ ഞാൻ എന്ത് ചെയ്തു? പോലീസിൽ പിടിച്ചേൽപ്പിച്ചു. എന്താ കാരണം? നമ്മൾക്കിത് കണ്ടിട്ട് കാണാതിരിക്കരുത്. നമ്മൾ ഇതിൽ നിന്നൊക്കെ ബുദ്ധിമുപദേശം എടുക്കണം. അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, എപ്പോഴും ഈ ലഹരി പദാർത്ഥം, കഞ്ചാവ്, ഇതുപോലെ ലഹരി, രാസലഹരി, ഇങ്ങനെയുള്ള പല സാധനങ്ങൾ വാങ്ങാൻ മകന് അമ്മയോട് വഴക്കുണ്ടാക്കും, അമ്മയുടെ അമ്മയോടും വഴക്കുണ്ടാക്കും, പല പ്രാവശ്യം കൊടുക്കും. കൊടുക്കാതെ വരുമ്പോൾ വയലൻ്റ് ആവും, കൈ കിട്ടുന്നെടുത്ത് ദേഹത്തെറിയും, മുഖത്തടിക്കും, അങ്ങനെ ദേഹോദരവ് ഏൽപ്പിക്കും. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം ഈ ചെറുക്കൻ പറഞ്ഞു, ഈ മകൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ 4 പേരെയും കൊല്ലും. അച്ഛനെ കുറിച്ച് അവിടെ പറയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന അച്ഛൻ ആ കുടുംബത്തിൽ, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു പോയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അമ്മ, അമ്മയുടെ അമ്മ, പിന്നെ ഒരു പെങ്ങളുണ്ട്, ഭർത്താവുണ്ട്, 4 പേര്. ഈ 4 പെങ്ങളും ഭർത്താവും കൂടി ഒരു മാസം കഴിയുമ്പോൾ വരും. അവർ വന്നു കഴിയുമ്പോൾ ഈ ലഹരിക്കടിമയായ ഈ പുത്രൻ പറയുകയാണ്, പൊന്നോമന പുത്രൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ 4 പേരെയും കൊല്ലും. അതെ, ഈ വർത്തമാനം കേട്ടപ്പോൾ സ്തോത്രം അവർക്ക് വേദനയായി. അവരെ പോലീസിൽ വിവരം അറിയിച്ചു. മകനെ പോലീസുകാരൊന്ന് അറസ്റ്റ് ചെയ്തു. ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ, മദ്യവും മയക്കുമരുന്നും പാപപ്രവൃത്തികൾ ലോക മനുഷ്യനെ കീഴടക്കി കഴിഞ്ഞു. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു ചെറിയ വാക്യമുണ്ടല്ലോ, അതിന്റെ 6-ാം അധ്യായത്തിന്റെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 6:1 മുതൽ ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 6:1 മുതൽ. കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞെന്നാ എൻ്റെ ഓർമ്മ. 36:1 മുതൽ. പെരുകി തുടങ്ങി. തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരെ എടുത്തു. അതൊരു കുടുംബജീവിതത്തിന്റെ വിഷയത്തെ കുറിച്ച് പറയുന്ന കാര്യമാണെങ്കിലും എന്റെ വിഷയം തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു. ഇന്നത്തെ കാലഘട്ടത്തിലും സംഭവിച്ചിരിക്കുന്ന ഗുരുതരമായ വീഴ്ച,
മനുഷ്യൻ അവനവന് ബോധിച്ച പോലെ നടക്കുന്നു. ഹിന്ദുക്കളാണെങ്കിലും ഇസ്ലാം വിശ്വാസികളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും അവർക്ക് പ്രമാണങ്ങളും വ്യവസ്ഥതകളും പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ പോലും അവരവർക്ക് ബോധിച്ച പോലെ നടന്നുകൊണ്ടിരിക്കുക. അതായി കുഴപ്പം മുഴുവൻ. ഹിന്ദുമതത്തിന്റെ തത്വങ്ങൾ എടുത്ത് പഠിച്ചാൽ, ഇസ്ലാം മതത്തിന്റെ തത്വങ്ങൾ എടുത്ത് പഠിച്ചാൽ, ക്രൈസ്തവ മതത്തിന്റെ തത്വങ്ങളും പ്രമാണങ്ങളും എടുത്ത് പഠിച്ചാൽ ആരെയും കൊല്ലാനും ആരെയും ഭീഷണിപ്പെടുത്താനും ആരെയും കവർച്ച ചെയ്യാനും ബഹളമുണ്ടാക്കാനും തല്ലാനും കൊല്ലാനും ഒന്നും ഒരു പുസ്തകവും ആരും പഠിപ്പിക്കുന്നില്ല. ഒരു മതഗ്രന്ഥത്തിലും അതില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത്? അവരവർക്ക് ബോധിച്ച പോലെ ജീവിക്കുക. പ്രമാണം ഒരു വശത്ത് കിടക്കുക, മനുഷ്യന്റെ ജീവിതം ഒരു വശത്ത്. ആ നിലയിൽ ആയിക്കൊണ്ടിരിക്കുക. പ്രിയ ദൈവമക്കളെ, ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് അന്ത്യകാല ലക്ഷണമാണെന്ന് കാണാൻ കഴിയും. 1-2 തീമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ പടേന്ന് വായിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതൊരു വചനത്തിന്റെ നിവൃത്തിയാണ്. അന്ത്യകാലത്ത് എന്ന് തുടങ്ങി 2 തീമോഥെയോസ് 3:1 മുതൽ. അന്ത്യകാലത്ത് ദുർഘട സമയം, അന്ത്യകാലം, ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അടുത്ത സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, കേട്ടോ, നന്ദി കെട്ടവർ, അശുദ്ധർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, അജതേന്ദ്രിയന്മാര്, ഉഗ്രന്മാര്, സൽഗുണദോഷികൾ, ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കുമെന്ന് അങ്ങനെയുള്ളവർ ദൈവസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചു ആത്മാവിൽ. ഇതൊരു പ്രവചനവാക്യമാണ്. ഇതാണ് സംഭവിച്ചേക്കുന്നത്. ഇതാണ് ആ മാതാവ് പറയാനിടയായി തീർന്നത്. എൻ്റെ മകനെ ഞാൻ പോലീസിൽ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുപോയി കൊടുത്തു. കാരണം എന്താ? ഇത് അന്ത്യകാലത്ത് സംഭവിക്കുമെന്ന് വചനം പറയുന്നു. അതുപോലെ ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും പ്രാവചനിക നിവൃത്തികളായിട്ട് നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കും. ഈ പ്രവചനം എഴുതിയവരാരും, അതുകൂടി ഒന്ന് പറയട്ടെ, പറയാതിരിക്കുമ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ സങ്കടമാണ്. കാരണം ഈ പ്രവചനം എഴുതിയവരാരും നമ്മളെപ്പോലെ വിദ്യാഭ്യാസമുള്ളവരൊന്നുമില്ല. മനസ്സിലാക്കണോ? നമ്മളെപ്പോലെ സംസ്കാരമുള്ള ഒരു ജനതയല്ല. നമ്മളെപ്പോലെ നല്ല ഭക്ഷണം കഴിച്ച് സുഖസൗകര്യമായി നല്ല ഭവനങ്ങളിൽ പാർക്കുന്നവരാരുമല്ല ഈ എഴുതിയത്. ഭക്ഷണമില്ലാത്തവരും കഷ്ടപ്പെടുന്നവരും വസ്ത്രമില്ലാത്തവരും സാധാരണ നിലയിൽ ജീവിക്കുന്ന സാധുക്കളായ ഭക്തന്മാരായ ഒരു കൂട്ടം പ്രവാചക ഗണങ്ങളാണ് ഈ വേദപുസ്തകത്തിന്റെ പ്രാവചനിക സൂക്തങ്ങളൊക്കെ നമുക്ക് എഴുതി വെച്ചേക്കുന്നത്. അത് നമ്മൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ചാൽ കാര്യങ്ങളുടെ പോക്കെല്ലാം നമുക്ക് മനസ്സിലാകും. ഇത് അന്ത്യകാലമാണ്, ഇതിങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ പ്രിയപ്പെട്ടവർ അവരെല്ലാം ഭയഭക്തിയോടെ ജീവിക്കുവാൻ കർത്താവേ കൃപ തരണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ സന്തതികളെ ഓർത്ത് കരവിനെന്ന് കർത്താവ് പറഞ്ഞതുപോലെ നമ്മളെ ഓർത്ത് കരയണം, നമ്മുടെ സന്തതികളെ ഓർത്ത് കരയണം, നമ്മുടെ ബന്ധുമിത്രാദികളെ, ചാർച്ചക്കാരെ, പ്രിയപ്പെട്ടവരെ, സഭയിലെ അംഗങ്ങളെ, ശുശ്രൂഷകന്മാരെ, വിശ്വാസികളെ എല്ലാം പേരുപേരായി പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവകൃപയിലും ദൈവവചന വ്യവസ്ഥയിലും നിലനിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവേ നീ അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് നമ്മൾ ഓരോരുത്തരും അലമുറയിട്ട് പ്രാർത്ഥിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. സ്വതന്ത്രം. ഒത്തിരി സമയം നമ്മുടെ മുൻപിലില്ല. സമയം ഉണ്ടെങ്കിലും തന്നെയും അല്പസമയം ആരാധിക്കണമെന്നൊരു ഹൃദയത്തിൽ താല്പര്യമുണ്ട്. അവസാനം ഒരു പാട്ടിൻ്റെ 4 വരി പാടി ഒന്ന് ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിച്ച് പോകാനാണ് നമ്മൾ കർത്താവിൽ ശരണപ്പെടുന്നത്. എല്ലാവരും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കാം. എല്ലാം വായിക്കണമെങ്കിലും അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, 6 വരെയുള്ള വാക്യം പ്രിയ ബാബു സോരൻ ഇപ്പോൾ നന്നായിട്ട് മൈക്ക് കൂടി ഒന്ന് വായിക്കും. 6 വരെയുള്ള വാക്യം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദെമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു.
അവൻ രാത്രി അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്ത ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല. യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവരോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ ആർക്കും കഴിയില്ല. ഈ വചനഭാഗത്തെ വാഴ്ത്തി തരുവാൻ വേണ്ടി നമുക്ക് സ്തോത്രത്തോടെ ദൈവത്തിൽ പ്രാർത്ഥിച്ച് നമുക്കായിരിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ഈ വാക്യങ്ങളിൽ പ്രതിപാദിക്കപ്പെടുന്ന ആത്മീക സത്യങ്ങൾ ദൈവമക്കളാകുന്ന നമ്മൾ വേണ്ട രീതിയിൽ ഒന്ന് ഗ്രഹിച്ചു പോകണമെന്ന് കർത്താവിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് കർത്താവ് നമുക്ക് ഈ വചനം തരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീണ്ടും ജനനം എന്നൊരു സബ്ജക്റ്റാണ് ഈ വചനത്തിൽ നിന്ന് എഴുതിച്ചു നിൽക്കുന്നത്. ബോൺ അഗെയിൻ, വീണ്ടും ജനനം. അതിൽ കർത്താവ് ഇടപെട്ട ഒരു വ്യക്തിയെ എടുത്ത് കാണിച്ചിട്ട് അതിൻ്റെ വചനങ്ങളും ഉപദേശങ്ങളും ഒക്കെ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുക. ഇതിനോട് ചേർത്ത് അപ്പോസ്തലന്മാർ പറയുന്ന വചനത്തിൻ്റെ വെളിപ്പാടുകൾ കൂടി നമ്മൾ ചേർത്ത് വെച്ച് പഠിച്ച് ഈ വിഷയത്തിൽ നിന്ന് ആഴത്തിൽ ഒരു പരിജ്ഞാനത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ കർത്താവിൻ്റെ കൃപയിൽ നമ്മളെ ശരണപ്പെടണം. അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുക. പരീശന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രമാണിയായി മതി. ഇദ്ദേഹം ഒരു യഹൂദ റബിയാണ്. ഇദ്ദേഹം ഒരു പരീശനാണ്. ഇദ്ദേഹം ന്യായപ്രമാണം നന്നായി പഠിച്ചവനാണ്. പക്ഷേ ഇദ്ദേഹത്തെ കുറിച്ച് കർത്താവ് പറയുന്നത് കേട്ടിട്ട് സ്തോത്രം നമ്മൾ ഞെട്ടിപ്പോകും. അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ച്. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്തു. മതി. കർത്താവിനോട് എന്താ പറഞ്ഞത്? നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും ഇത് അറിയുന്നില്ലയോ? അപ്പൊ കർത്താവ് അവരോട് പറഞ്ഞതാ, നീ പുതുതായി ജനിക്കണം. പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. ഈ പുതുതായി ജനിക്കണമെന്നുള്ള ഒരു വിഷയം യഹൂദനെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമാണ്. ഇത് പുതിയ നിയമസഭയിലെ പലർക്കും അതിനെക്കുറിച്ചും വിവരമില്ല എന്നുള്ള ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്താണ് പുതുതായി ജനിക്കുക? എന്താണ് വീണ്ടും ജനനം പ്രാപിക്കുക? മോശയിക പ്രമാണം മുഴുവൻ മുടിനാരി കീറി പഠിച്ച് ആ വചന വ്യവസ്ഥയിൽ നിലനിന്ന് ജീവിച്ചു പോരുന്ന ഒരു നിക്കോദിമോസ് എന്ന ഒരു യഹൂദ ഭക്തനോട് കർത്താവ് പറഞ്ഞു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയില്ല. അവനെക്കുറിച്ച് ഏകദേശ രൂപമില്ല. അവൻ ഇതിനെക്കുറിച്ച് യാതൊരു രൂപവുമില്ല. അതുകൊണ്ടാണ് കർത്താവ് അവനെ കുറ്റപ്പെടുത്തിയത്. നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും അപ്പൊ ഉപദേഷ്ടാവായിട്ടും ഈ വിഷയം അവൻ അറിയത്തില്ല. ഞാൻ അതിന് പറയുന്നു, ഇന്നത്തെ ഉപദേഷ്ടാക്കന്മാർക്ക് പോലും എന്താണ് ബോൺ അഗെയിൻ, എന്താണ് വീണ്ടും ജനനം, എന്താണ് പൊതുജനനം എന്നുള്ളത് പലർക്കും അറിയത്തില്ല. പ്രിയ ദൈവമക്കളെ, ഈ മാന്യദേഹത്തോട് കർത്താവ് പറയുന്ന ഏറ്റവും പ്രധാനമായ ഗോൾഡൻ വാക്യം ഇതാണ്: നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല, സ്വർഗരാജ്യം കാണാൻ കഴിയത്തില്ല. അപ്പൊ ആ വീണ്ടും ജനനത്തിന്റെ പ്രത്യേകത എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. മോശയിക പ്രമാണം മുഴുവൻ മുടിനാരി കീറി പഠിച്ച് ഒരു യഹൂദ റബ്ബിയായ ഒരു പരീശനായ ഒരു ഭക്തന്റെ അത്യുച്ചകോടിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ സ്വർഗരാജ്യം കാണത്തില്ലെന്ന് കർത്താവിനോട് പറഞ്ഞു. അലിങ്ങോട്ട് വന്നപ്പോ കർത്താവ് എന്താ ഇവിടെ സംസാരിക്കേണ്ടത്? ഈ ഭാഗം പെട്ടെന്ന് ഹൃദയത്തിലേക്ക് കയറി വന്നു. സ്തോത്രം. അതുകൊണ്ടാണ് ഞാനിത് സംസാരിക്കും. എനിക്കും നിങ്ങൾക്കും ഇത് പ്രയോജനമാണ്. ഈ വചനം പറയുമ്പോൾ എനിക്കും ഇതിന്റെ വെളിപ്പാട് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ന്യായപ്രമാണത്തിന്റെ പഠിപ്പിക്കലിൽ എന്തില്ല? അത് പറ. സ്വർഗരാജ്യത്തേക്ക് പോകാനുള്ള വഴിയില്ല. ഇത് ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് എന്തോ പറയാ, ഈ ഉടുമ്പ് കയറി പിടിച്ചേക്കുന്ന പോലെ പിടിച്ചിരിക്കുക ഈ പഴയ നിയമത്തെ. എനിക്ക് ന്യായപ്രമാണത്തോട് എതിർപ്പൊന്നുമില്ല. എനിക്ക് ന്യായപ്രമാണത്തോട് യാതൊരു വിരോധവുമില്ല.
പക്ഷെ എനിക്ക് പറയാനുള്ളത്, ന്യായപ്രമാണം പഠിച്ചനുസരിച്ച് ജീവിച്ചാൽ സ്വർഗത്ത് പോകാൻ പറ്റത്തില്ലെന്ന് കർത്താവ് പഠിപ്പിച്ചു. അത്രേ ഞാൻ പറയുന്നുള്ളൂ. എന്നെ കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സങ്കീർത്തന പുസ്തകവും വായിച്ച് ന്യായപ്രമാണവും പഠിപ്പിച്ച് മോശയും ദാവീദും പഴയ നിയമത്തിലെ യുദ്ധങ്ങളും കലഹങ്ങളും പഴയ നിയമത്തിലെ ദൈവത്തിന്റെ കുറെ പ്രവൃത്തികളൊക്കെ നല്ലതാണെങ്കിലും അതൊക്കെ വായിച്ചു പഠിച്ച് ഗ്രഹിച്ചിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ സ്വർഗത്ത് പോകാനുള്ള റൂട്ട് മേപ്പ് അവിടെ ഇല്ല. അതിനെന്തോ ചെയ്യണം? യു മസ്റ്റ് ബി ബോൺ അഗൈൻ. നീ വീണ്ടും ജനിക്കണം. എന്താണ് വീണ്ടും ജനനം? ഇവിടെ വന്നിരിക്കുന്ന സഹോദരങ്ങളുടെയൊക്കെ ആത്മീയ നിലവാരം എനിക്കറിയത്തില്ല. അവരതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി കർത്താവ് അവരോട് സംസാരിക്കുന്നതായിട്ട് ഞാനങ്ങ് മനസ്സിലാക്കി. എന്താണ് വീണ്ടും ജനനം? എന്താണ് പുതുജനനം എന്നുള്ളത്? ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. നമ്മളൊരു കശുമാവിൻ്റെ ഒരു സീഡ്, ഒരു വിത്ത്, അല്ലെങ്കിൽ ഒരു മാങ്ങയുടെ ഒരു വിത്ത് നമ്മളത് എടുത്ത് കുഴിച്ചിട്ട് ഒരു മാവിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് നല്ലൊരു മാവ് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എവിടെയെങ്കിലും പോയി നല്ലൊരു വിത്ത് വാങ്ങിക്കൊണ്ട് വന്ന് കുഴിച്ചിടുന്നു എന്നൊക്കെ. ഈ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ കുഴിച്ചിട്ട് ഏകദേശം ഞങ്ങളൊക്കെ നാട്ടിൽ ചെയ്യുന്നത് ഏകദേശം ഒരു ഒരടി ആഴത്തിലുള്ള കുഴിയിലാണ് ഈ സീഡ് കുഴിച്ചിടുന്നത്. കാരണം ഇതിന് വേര് താഴോട്ട് ഇറങ്ങി ഇത് ബലപ്പെട്ട് വരണ്ടേ. ശ്രദ്ധിക്കുക, ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. വളരെ മർമ്മം നമ്മൾ പഠിക്കുക, ഒരു മിസ്റ്ററിയാണിത്. അപ്പൊ ഈ വിത്ത് കുഴിച്ചിട്ടതിന് ശേഷം മണ്ണ് കൊണ്ട് മൂടി, അപ്പൊ ആദ്യം ഒന്നും വളമൊന്നും ഇടത്തില്ല, വളമൊക്കെ പിന്നെ ഇടത്തുള്ളൂ. മൂടിക്കഴിഞ്ഞതിന് ശേഷം നന്നായി വെച്ചിട്ട് വെള്ളം നനയ്ക്കും. ദിവസവും വെള്ളം നനച്ച് രാവിലെയും വൈകുന്നേരം ക്രമാതീതമായി നനച്ചു കഴിഞ്ഞാൽ വിത്ത് കെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഒരു പക്വതയോടുകൂടി വെള്ളം നനച്ച് ആവശ്യമായ നനച്ച് കൊടുത്തു കഴിയുമ്പോൾ 1-2 ആഴ്ച കൊണ്ട് എന്ത് ചെയ്യും? ഈ മാങ്ങാണ്ടിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെട്ട് ഇത് കുറേശ്ശെ പുറത്തേക്ക് വന്ന് ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ, ചിലപ്പോൾ 1 മാസം കൊടുക്കുമായിരിക്കാം, മണ്ണിന് മുകളിലേക്ക് അതൊരു മുള ഇങ്ങനെ പൊട്ടി വരുന്നതായിട്ട് കാണാം. അത് ദിവസം തോറും വളർന്ന് വരുന്നതായിട്ട് കാണാം. വളർന്നൊരു മാങ്ങയില അതിലുണ്ടായി 3-4 ഇലയായി, പിന്നെ അത് ഒത്തിരി ഇലയായി, അങ്ങനെ വളർന്ന് ഒരു ചെറിയ തണ്ട് പോലെ വന്നിട്ട് അത് വണ്ണം വെച്ച് അങ്ങനെ വളർന്ന് ഒരു വർഷം കൊണ്ട് ഒരു ചെറിയൊരു മാവിൻ തൈയായിട്ട് മാറും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ മാവിൻ്റെ ചുവട്ടിൽ മാന്തിയിട്ട് നിങ്ങൾ നട്ട ആ സീഡ്, ആ വിത്ത് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഒന്നും കാണാൻ കഴിയും. കാരണം എന്താ? ആ വിത്ത് ദ്രവിച്ച് അത് മണ്ണിനോട് മണ്ണ് ചേർന്നതിന് ശേഷം അവിടെ നിന്നൊരു പുതിയ നാമ്പ് പുറപ്പെട്ട് ഒരു പുതിയ പ്രൊഡക്റ്റായിട്ടാണ് നിങ്ങൾ ആ മാവിനെ കാണുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് മുഴുവൻ പോയി. പഴയതെല്ലാം പോയി. കർത്താവ് ഇതുപോലെ ഉപമകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാനും ഈ ഭാഗം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് അത് പറയാനിടയായി തീർന്നത്. ഏത് വിത്താകട്ടെ അത് നിങ്ങൾ നട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച കഴിയുമ്പോൾ ആ വിത്തിൻ്റെ ഒരു രൂപവും അവിടെ കാണത്തില്ല. ആ വിത്തിൽ നിന്നൊരു പുതിയ പ്രൊഡക്റ്റാണ് നിങ്ങൾ കാണുന്നത്. മറ്റത് ആ മണ്ണിനോട് ലയിച്ച് ചേർന്നു. അപ്പൊ ആ തത്വമാണ് ന്യായപ്രമാണത്തിൽ അധിഷ്ഠനായി ജീവിക്കുന്ന ഭക്തനായ നിക്കോദിമോസേ, നിനക്ക് ന്യായപ്രമാണം ലഭിച്ചു, കാര്യമൊക്കെ ശരിയാ, പക്ഷേ അതിന് സ്വർഗത്ത് പോകാനുള്ള വഴിയൊന്നും അവിടെ ഇല്ല. ഞാൻ സാധാരണ എൻ്റെ ഭാഷയിൽ ഇങ്ങനെ പറയാറുണ്ട്, സ്വർഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പദങ്ങൾ പഴയ നിയമത്തിലുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് പറയാം. ഒരു ഗോവേണി, അത് പുള്ളി പ്രസംഗിച്ച് കേട്ടതാ. ഒരു ഗോവേണിയെ കുറിച്ച് സ്വർഗത്ത് പറയുന്നു, പുതിയ നിയമത്തിൽ പറയുന്നു, പഴയ നിയമത്തിൽ പറയുന്നു. അത് ഗോവേണി സ്വർഗത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വ്യക്തത അവിടെ വല്ലതും ഉണ്ടോ? യാക്കോബ് കണ്ട ഒരു ഗോവേണി, സ്വർഗത്തിൽ ദൂതന്മാർ കയറി ഇറങ്ങുന്ന ഒരു ഗോവേണി. ആ ഗോവേണിയെ കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്ന അഭിപ്രായം എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. അവര് പറയുന്നത് അത് യേശുക്രിസ്തുവാണ് ആ ഗോവേണി. യാക്കോബിന് പോലും മുകളിലോട്ട് പോകണമെങ്കിൽ സഹോദരം, അതിന് എഫെസ്യ ലേഖനം പഠിക്കുമ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർ മരിച്ച് അവർ പാതാളത്തിൽ വിശ്രമിക്കുമ്പോൾ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് അവിടെ ചെന്ന് എന്ത് ചെയ്തു? ആ കർത്താവിൻ്റെ ആത്മാവ് അവിടെ ചെന്ന് പഴയ നിയമ വിശുദ്ധന്മാരെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് വിശ്രാമ സ്ഥലത്താക്കി. അതിന് യാക്കോബ് കൊണ്ട്
അതാണ് ആ യാക്കോബ് കണ്ട ഗോവേടി. സ്വർഗരാജ്യത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണം യാക്കോബ് കണ്ട ഗോവേടിയാണ്. അത് യേശുക്രിസ്തുവാണെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. ഞാനും അതിനോട് യോജിക്കുക. കാരണം സ്വർഗരാജ്യത്തെ കുറിച്ച് വെളിപ്പാട് തന്നത് കർത്താവായ യേശുക്രിസ്തുവാ. ആദ്യമായിട്ട് പ്രസംഗിച്ച യോഹന്നാൻ സ്നാപകനാ. അതിനുശേഷം കർത്താവാണ് സ്വർഗരാജ്യത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്. അതിനെക്കുറിച്ച് ശേഷം അപ്പോസ്തലന്മാരാണ് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായി ജീവിച്ച നിക്കോദീമസിന് കർത്താവ് പറയുന്നത്, നീ പുതുതായി ജനിക്കണം. നീ ഒരു ഭക്തനാണ്, നീ മോശയുടെ പ്രമാണത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവനാണ്. പക്ഷെ നിനക്ക് സ്വർഗത്ത് പോകണമെങ്കിൽ, ദൈവരാജ്യത്ത് പോകണമെങ്കിൽ യു മസ്റ്റ് ബി ബോൺ അഗൈൻ. നിനക്കൊരു വീണ്ടും ജനനം ഉണ്ടാകണം. എൻ്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സ്വർഗരാജ്യത്തേക്ക് പോകണമോ, നിങ്ങൾ വീണ്ടും ജനിക്കണം. നിങ്ങൾ പുതുതായി ജനിക്കണം. സ്തോത്രം, സ്തോത്രം. ഇനി നമുക്ക് ആ വാക്യം വായിച്ചു വരാം, അതിന്റെ കാര്യകാരണ സഹിതങ്ങൾ ഒന്ന് പഠിക്കാൻ വേണ്ടി. രണ്ടാം വാക്യം വെച്ച് വായിച്ചാട്ടെ. യേശുവിന്റെ അടുക്കൽ വന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. അപ്പൊ യേശുവിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത്, ഇവർ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഗുരു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന്, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവ് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ ഈ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും. അപ്പൊ ഇവരിൽ വിശ്വാസമുണ്ട്, ഇവൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്, പിതാവ് അയച്ചിട്ട് വന്നതാണ് ഈ പുത്രൻ എന്ന് ഉള്ള വിശ്വാസം ആർക്കുണ്ട്? നിക്കോദീമസിനുണ്ട്. അപ്പൊ നിക്കോദീമസ് യേശുവിനോട് പറയാ, നീ ദൈവത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ് ഈ അടയാളങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് യേശുവിനെ പ്രശംസിച്ച് പറയുക. അങ്ങനെ പ്രശംസിച്ച് പറഞ്ഞപ്പോൾ യേശു ആ പ്രശംസ ഏറ്റെടുത്ത്, എന്നാ അങ്ങനെ ആകട്ടെ എന്ന് പറയല്ല ചെയ്യുന്നത്, ഇവനെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഉപദേശമാണ് കർത്താവ് അവന് കൊടുക്കുന്നത്. നീ പുതുതായി ജനിക്കണം. നിക്കോദീമസേ, നീ ഒരു പരീശനാണ്. പരീശൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ വലുതാണ്. ഒരു ജഡ്ജിന് തുല്യമായ വിലയുണ്ട് ഒരു പരീശന്. അപ്പോസ്തലനായ പൗലോസ് ഒരു പരീശനായിരുന്നു. പരീശന്മാരുടെ ഒരു ഗ്രൂപ്പുണ്ട്. അവർക്ക് ഒരു മനുഷ്യനെ ശിക്ഷ വിധിച്ച് കൊല്ലാൻ പോലുള്ള അധികാരം പരീശന്മാർക്ക് ന്യായപ്രമാണം കൊടുത്തിരുന്നു. അങ്ങനെ സകല അധികാരമുള്ള ഒരു മനുഷ്യനാണ് ഈ നിക്കോദിമോസ്. അവനെയാണ് യേശു തിരുത്തുന്നത്. നീ പറഞ്ഞതൊക്കെ ശരി, പക്ഷെ നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണാൻ കഴിയില്ല. അടുത്ത വാക്യം വായിച്ചാട്ടെ ബാബു സാർ. എന്തോ ഒരു ചോദ്യമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കി. എന്ത് പോഷത്വമാണ് അദ്ദേഹം ചോദിച്ചത്? പുതുതായി അല്ല, മനുഷ്യൻ വൃദ്ധനായ ശേഷം പിന്നെ ജനിക്കുന്നത്. അതിന് അടുത്ത വാക്യമാണ് ആ പോഷത്വം വെളിപ്പെടുത്തുന്നത്. വായിച്ചോട്ടെ. അതിനെയാണ് ഞാൻ പോഷത്വം എന്ന് പറഞ്ഞത്. യേശു പറഞ്ഞ മർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പരീശൻ, ഇസ്രായേലിന്റെ ഉപദേഷ്ടാക്കന്മാർ, ഞാൻ വളരെ വേദനയോട് പറയട്ടെ, കർത്താവ് പറഞ്ഞ വചനത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഉപദേഷ്ടാക്കന്മാർ നിക്കോദീമസിനെ പോലെ നമ്മുടെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ കിടക്കുന്നു. അതാണ് സഭയുടെ മൂല്യച്യുതിക്ക് കാരണം. അതാണ് സഭ തകർന്നു പോകാൻ കാരണം. ദൈവിക മർമ്മങ്ങൾ, കർത്താവിന്റെ അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ, അത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ജനത്തിന് അതിന്റെ മർമ്മങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ തിരുവചന സത്യങ്ങളിലേക്ക് അവരെ നടത്താൻ കഴിയാതിരിക്കുന്ന ഒരു കൂട്ടം ഉപദേഷ്ടാക്കന്മാരാണ് ദൈവസഭയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശരിയാണെങ്കിൽ ഒരു സ്തോത്രമൊക്കെ പറയാം, ഏലയിടുന്ന പോലെ. തെറ്റാണെങ്കിൽ പറയാൻ വേണ്ട. ഹല്ലേലൂയ. ഒരുവൻ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ? അപ്പൊ യേശു പറഞ്ഞത് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാ? ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉദരത്തിൽ കിടന്ന് ഒന്നുകൂടി ജനിക്കാമോ? അത് ശരിക്കും പറഞ്ഞ ഒരു പോഷത്വമല്ലേ? എന്നാൽ യേശു എന്ത് മറുപടി പറഞ്ഞു? വായിക്കാം. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കടപ്പാൻ ആർക്കും കഴിയില്ല. ഈ വെള്ളത്താൽ എന്ന് പറഞ്ഞ സ്നാനമാണെന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട്.
എന്നാൽ ദൈവവചനമാകുന്ന ജലം, ഇസ്രായേൽ മക്കളെ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ നിർമ്മല ജലം തളിച്ച് ശുദ്ധീകരിക്കും, വചനം കൊണ്ട് നിങ്ങളെ ശുദ്ധീകരിക്കും. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. വചനം കേട്ട് അനുസരിക്കുമ്പോൾ ശുദ്ധീകരണം ഉണ്ടാകും. അപ്പൊ ദൈവവചനം ഇടപെടാതെ കേൾക്കുകയും ആ വചനം കേട്ട് ഹൃദയത്തിൽ മാനസാന്തരമുണ്ടായി, വീണ്ടും ജനനമുണ്ടായി, രൂപാന്തരമുണ്ടായി. സ്വത്രം, ഒരുവൻ വീണ്ടും ജനനത്തിലേക്ക് കടന്നു വരുന്നു. വീണ്ടും ജനനത്തെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുന്ന പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം നമുക്ക് എടുക്കാം. എടുത്താട്ടെ, എല്ലാവരും എടുത്താട്ടെ. ഈ പറയുമ്പോൾ വേദഭാഗങ്ങൾ എടുത്ത് നിങ്ങൾ പഠിക്കുകയും നോക്കുകയും കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനോ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. വേദഭാഗം എടുക്കാൻ പറയുമ്പോൾ അത് എടുക്കുക, നിങ്ങളുടെ ബൈബിളിൽ അത് നോക്കുക, നിങ്ങളത് പഠിക്കുക. അല്ല, അവൻ്റെ 1:5 മതി, എല്ലാം വായിക്കാൻ സമയമില്ല. നമ്മൾ 1:5, 1 പത്രോസ് 1:5. ക്ഷയം, മാലിന്യം, വാട്ടം ഒന്നുമില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. വീണ്ടും ജനിച്ചു. ഇനി അതിന്റെ വ്യക്തമായ ഒരു ചിത്രം 1:23 അത് വായിച്ചാൽ. കെടുന്ന ബീജത്താലല്ല, ഇതാണ് ശരിയായ വീണ്ടും ജനം. സ്വതന്ത്രം.